ഹലോ, റൂഫിംഗ് ഷീറ്റ് പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മുടെ കാശ് നഷ്ടപ്പെടാതിരിക്കാൻ ഷീറ്റിനെ കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ചില സുപ്രധാന കാര്യങ്ങളെ കുറിച്ച് പറയാം. മാർക്കറ്റിൽ അവൈലബിൾ ആയിരിക്കുന്ന ഷീറ്റിന്റെ തിക്നെസ് 0.30 മുതൽ 0.50 വരെയാണ്. എന്നാൽ ഇനി മുതൽ നമ്മൾ ഷീറ്റ് പർച്ചേസ് ചെയ്യുമ്പോൾ തിക്നെസ് മാത്രം പരിശോധിച്ചാൽ പോരാ, അതിന്റെ കനം കൂടി ശ്രദ്ധിക്കണം. ഉദാഹരണത്തിന് 0.35 തിക്നെസ് ഉള്ള ഒരു ഷീറ്റ് 10 അടി നീളത്തിലെടുത്ത് അതിന്റെ വെയിറ്റ് പരിശോധിച്ചു കഴിഞ്ഞാൽ ഏകദേശം 9 കിലോ വരും. എന്നാൽ ഇന്ന് മാർക്കറ്റിൽ 7 കിലോ മുതൽ 9 കിലോ വരെയുള്ള ഷീറ്റുകൾ അവൈലബിൾ ആണ്. എങ്ങനെയാണ് ഒരേ തിക്നെസ്സിലും ഒരേ നീളത്തിലുമുള്ള ഷീറ്റുകൾക്ക് വ്യത്യസ്തമായിട്ടുള്ള തൂക്കം വരുന്നത് പറയാം. ഷീറ്റ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന കോയിലിന്റെ ബേസിക് സ്റ്റീലിന്റെ ഡെൻസിറ്റി കുറയുന്നതാണ് ഒന്നാമത്തെ കാരണം. തിക്നെസ് ഉണ്ട് എന്നുണ്ടെങ്കിലും ഇത്തരത്തിലുള്ള കോയിലുകൾക്ക് ഉൾക്കനം കുറവായിരിക്കും. ഈ ഒരു കോയിൽ വെച്ച് നിർമ്മിക്കുന്ന ഷീറ്റുകൾ കനം കുറയുന്നതോടൊപ്പം തന്നെ ഈ ഷീറ്റ് ഫിക്സ് ചെയ്യുന്ന സമയങ്ങളിൽ നമ്മൾ സെൽഫ് ബോൾട്ട് അടിക്കുന്ന പ്രതലങ്ങൾ പെട്ടെന്ന് തന്നെ തുരുമ്പെടുക്കുന്ന ഇത് കാരണമാവും. ഈ ഒരു കോയിലിൽ അലുമിനിയം സിങ്ക് കോട്ടിംഗ് ഉണ്ട് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ ഒരു ആലു സിങ്ക് കോട്ടിംഗ് ആണ് കാറ്റിൽ നിന്നും വെയിലിൽ നിന്നും ഈർപ്പത്തിൽ നിന്നും അതുപോലെ തന്നെ കെമിക്കൽ റിയാക്ഷനുകളിൽ നിന്നെല്ലാം ഷീറ്റിനെ സംരക്ഷിക്കുന്നത്. ആലു സിങ്ക് കോട്ടിങ്ങിന്റെ തിക്നെസ് കുറയുന്നതും ഷീറ്റിന്റെ കനം കുറയുന്നതിന് ഒരു കാരണമാണ്. ഈ ആലു സിങ്ക് കോട്ടിങ്ങിന് പുറമെ അടിക്കുന്ന പ്രൈമർ പെയിന്റ് കോട്ടിങ്ങുകൾ അതിന്റെ മുകളിലും താഴെയായി വരുന്ന പെയിന്റിങ്ങിന്റെ കനം കുറക്കുന്നതാണ് ഷീറ്റിന്റെ കനം കുറയാനുള്ള മറ്റൊരു കാരണം. ഇത്തരത്തിൽ പെയിന്റിന്റെ കനം കുറയുന്നതോടുകൂടി തന്നെ ഷീറ്റിന്റെ പകുതി ലൈഫ് ഇല്ലാതായി പോകും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം 0.30 0.32 മാത്രം തിക്നെസ് ഉള്ള ഷീറ്റുകളിൽ 0.35 പ്രിന്റ് ചെയ്ത പല ബ്രാൻഡുകളും മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അതും ശ്രദ്ധിക്കണം. അതുകൊണ്ട് തന്നെ ഇനി മുതൽ ഷീറ്റ് മേടിക്കുമ്പോൾ തിക്നെസ് മാത്രം ശ്രദ്ധിച്ചാൽ പോരാ, അതിന്റെ കനം കൂടി ശ്രദ്ധിക്കണം. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഉപയോഗപ്രദമാണ് എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഈ പേജ് ഒന്ന് ഫോളോ ചെയ്യുക.